ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളതും ജീവിതം ഒന്നേ ഉള്ളൂ, ദുനിയാവ്. ഇവിടെ നമ്മൾ നല്ലതുപോലെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കണം. നല്ല രീതിയിൽ ജീവിച്ചെങ്കിലേ അങ്ങോട്ടുള്ള ജീവിതമൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. ഖബറിലും മഹ്ശറയിലും ഒക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടണമെങ്കിൽ ദുനിയാവാകുന്ന ഇഹലോക ജീവിതത്തിൽ നന്മ ചെയ്യണം. എന്തെങ്കിലും ഒരു എക്സാം നടക്കുമോ? ഒരു പണി ഇവിടെ നടക്കൂല. SSLCക്കും +2 ഒക്കെ ഉള്ളതുപോലെ എനിക്കൊരു വിഷയം പോയി സാറേ, ഒന്ന് രണ്ടാമതൊന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ദുനിയാവെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് 2 റക്അത്ത് കൂടി നിസ്കരിക്കാൻ അവസരം കിട്ടുമെന്ന് ചോദിച്ചാൽ അവസരമില്ല. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓരോ ദിവസവും ഓരോ സെക്കൻഡ് വിലപ്പെട്ടത്. അത് ഓർത്തോളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലെ ഖബർസ്ഥാനിലൂടെ ജന്നത്തുൽ ബഖീയിലൂടെ നബി തങ്ങൾ സഹാബത്തുമായി നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ ലിമൻ ഹാദൽ ഖബറു, ആരുടേതാണ് സഹാബ ഈ ഖബർ? സഹാബത്ത് മുഴുവനും എന്താണ് നബി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ഖബറിൽ അവൻ വിലപിക്കുകയാണ്, വേദനിക്കുകയാണ്. ഖബറിൽ അവനെ ശിക്ഷയിൽ പ്രയാസപ്പെടുത്തുകയാണ്. ആ ഖബറാളി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന്. ആ ഖബറിൽ കടക്കുന്നവൻ വിലപിക്കുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ റക്അതാനി അഹബ്ബു ഇലാ ഹാദാ, ഈ ഖബറിൽ കടന്നുകൊണ്ട് നെരിപ്പോരിൽ പ്രയാസപ്പെടുന്നതായ ഈ മനുഷ്യൻ, ഖബറിൽ കടന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നതാകുന്ന ഈ മനുഷ്യന് അവൻ ചിന്തിക്കുകയാണ്, 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ കരുതുകയാണ്. ഖബറിൽ അവൻ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി തിരിച്ചു പോക്കില്ല, മടക്കമില്ല, അവന് അദാബാണ്. ഖബറിൽ കിടന്ന ഒരു മനുഷ്യൻ കിടന്ന് ഇടങ്ങേറാകുന്നത് കണ്ടപ്പോ നബി തങ്ങൾ പറയാ, നബിക്കെല്ലാം കാണാമല്ലോ. നബി ആ ഖബറിന്റെ ഉള്ളു കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, 2 റക്അത്ത് ദുനിയാവിൽ അധികം നിസ്കരിച്ചിരുന്നെങ്കിൽ ഖൈറായിരുന്നു എന്ന് ഈ മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 2 റക്അത്ത് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഇല്ല, ഇനി നിസ്കരിക്കാൻ പറ്റുമോ? ഇനി ദുനിയാവിലേക്ക് മടക്കമുണ്ടോ? കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞത്, ഇത് സാധാരണ SSLCയും +2 പരീക്ഷ പോലെ ഒരു എഴുതിയിട്ട് ജയിക്കാമെന്ന് കരുതണ്ട. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ആർക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവരാണ് വിജയിച്ചവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾ SSLCയിൽ ജയിക്കുമ്പോ A+ എല്ലാ വിഷയങ്ങൾക്കും വാങ്ങുമ്പോ +2 തലത്തിൽ വൻപിച്ച വിജയം മക്കൾ കൊയ്തെടുത്തു എന്ന് പറഞ്ഞ് സ്വന്തമായി പൈസ മുടക്കിയിട്ട് തെരുവുകളിൽ ഫ്ലക്സ് വെക്കാൻ തയ്യാറാകുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടതാകുന്ന വാപ്പാവും ആ മക്കൾക്ക് നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവരാണ് വിജയിച്ചവര് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ തൊട്ട് മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് വെച്ചോ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതൊന്നും ഒരു ഗുണവുമില്ല. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ദുന്യാവല്ല ജീവിതം, ആഖിറമാണ്. അത് മനസ്സിലാക്കോ. ഇത് കേവലം നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കൃഷിയിടമാണ്. കുറഞ്ഞ കാലഘട്ട ജീവിതം. എല്ലാവരും മരിക്കാനുള്ളതാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആളുകൾ, ഇടപ്രായത്തിലുള്ള ആളുകൾ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നു. കൺമുന്നിൽ നമ്മൾ കാണുന്നു. നമ്മൾ നാളേക്ക് പോകും, അടുത്ത സെക്കൻഡിൽ പോകാനുള്ളതാണ്. അവരിലേക്ക് മടങ്ങാനുള്ളതാണ്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ജീവിക്കണം. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം.
അപ്പോഴേ മനസ്സ് നന്നാകൂ. മക്കളെ നന്നാക്കാൻ പരിശ്രമിക്കൂ. മക്കൾക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുത്ത് മക്കളെ തടിപ്പിക്കലല്ല, അവരെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ കുറുക്ക് കൊടുത്തിട്ട് തറക്ക് റുക്കനും പിന്നെ അർക്കാനിയ എന്ന് പറഞ്ഞാൽ കുറുക്ക് കൊടുത്തിട്ട് അവനെ വളർത്താൻ ശരിക്കും അങ്ങോട്ട് കുറുക്ക് കൊടുത്തു ശരിയാക്കുക. കുറുക്ക് കൊടുത്തിട്ട് വണ്ണ പോലെ ഇരിക്കുക, ഒരു ഗുണവും ഇല്ല. എഴുന്നേക്കാനും മേല ഈ കോലത്തിൽ. കുട്ടികൾ ഒരു നേരത്തെ ആഹാരം ഒന്നും ഒരൽപ്പം ഉണ്ടെന്നും മുടങ്ങിയ ഉമ്മാക്ക് ഭയങ്കര കുഞ്ഞൊന്നും കഴിക്കുന്നില്ല കേട്ടോ. എവിടെ ഒരു പറ ചോറ് തന്നിട്ടിരിക്കുക, എന്നിട്ടും പറയാണ് ഒന്നും കഴിക്കുന്നില്ല. കാരണം എളി എല്ലാ ദിവസവും നിങ്ങൾ കണക്കാക്കുന്ന രീതിക്ക് പ്ലേറ്റിൽ എടുത്ത് വെച്ച് അടിച്ചോണമെന്നില്ല. അവർക്ക് വിശക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കരയും. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കരയും. അവർ ഇതിനനുസരിച്ച് ഭക്ഷണവും കഴിക്കും. റാഹത്തായിട്ട് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കുട്ടികൾ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വാരി വരിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുത്ത് തടിപ്പിച്ച് ക്ഷീണിപ്പിച്ച് കടത്തുന്നതല്ലാതെ ഇബാദത്തുകൾക്ക് കണിശതയില്ല. ഇപ്പൊ റമളാൻ വന്നു, തറാവീഹ് നിസ്കരിക്കാൻ മടിയാ, പത്തിരി കഴിക്കാൻ ഒരു മടിയില്ല, ഇഷ്ടം പോലെ കൊടുക്കുക. കാരണം എന്താ, അതിങ്ങനെ ഒരു 10, 15, 20 അത് കഴിച്ചു, പള്ളിയിൽ നിന്നും കഴിക്കുന്നു, ഇത് കഴിക്കുന്നു, ഇവിടുന്ന് കഴിക്കുന്നു, തറാവീഹിന് മുമ്പ് കഴിക്കുന്നു, ശേഷം കഴിക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു, അവസാനം വയറ് വീർപ്പിച്ചിട്ട് മാറിക്കടക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ വരെ. എന്ത് കാര്യം? ഈ മക്കളെ കൊണ്ട് എന്ത് പ്രയോജനം? ഈ മക്കളെ നാളെ ആഖിറത്തിൽ നമുക്ക് ഗുണകാംക്ഷരാവോ? അതുകൊണ്ട് മക്കൾ നമുക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ഇടപെടണമെങ്കിൽ, നമ്മുടെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ വാപ്പായുമായി റോൾ മോഡൽ ആകണം. നമ്മളെ നിസ്കാരം, നമ്മൾ ഔറാദ് വിറുദ് കറക്റ്റ് ആയിരിക്കണം.